ഹായ്, ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താനാണ്. എന്നെ മാത്രമല്ല, എൻ്റെ ചുറ്റുപാടും കാര്യങ്ങളും. ഞാൻ ഇത്ര അടുത്ത് നിന്ന് സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എനിക്ക് മൈക്കില്ല. പിന്നത്തെ കാര്യം നമ്മുടെ വീട് റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ വണ്ടികൾ പോണതിൻ്റെ ശബ്ദവും അപ്പുറത്ത് ഹോട്ടലുള്ളതിൻ്റെ അവിടെ അവർ സംസാരിക്കുന്നതിൻ്റെയും ചില ചില പാത്രങ്ങളുടെ ശബ്ദമൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം എൻ്റെ പേരിൽ നിന്ന് തുടങ്ങാം. എൻ്റെ പേര് ഭാവന. ഞാൻ മലയാളിയാണ് കേട്ടോ. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, കൂടുതൽ ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ ഞാൻ ഹിന്ദിയാണോ, അതായത് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയാലും ഡോക്ടർമാരെന്നോട് ഹിന്ദി സംസാരിക്കുക, അപ്പോൾ മരുന്നെടുത്ത് വരുമ്പോൾ അവർ ഇംഗ്ലീഷിൽ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞത്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ എറണാകുളത്താണ്. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് BA മലയാളമായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ വർക്കിനൊക്കെ പോയി. പക്ഷേ നമുക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവ് കാരണം ഞാനത് നിർത്തുകയാണ് ചെയ്തത്. എനിക്ക് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് മലയാളത്തിൽ ഡോക്ടറേറ്റ് എടുക്കണം, പേരിന് മുമ്പിൽ ഡോക്ടർ എന്നൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കാൻ കഴിവില്ല എന്നെനിക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ടും, പിന്നെ ഡിഗ്രി തട്ടിമുട്ടി ഒരു കണക്കിന് കണ്ടമാനം സപ്ലി വാരിക്കൂട്ടി അത് ക്ലിയർ ചെയ്ത് എനിക്ക് മടുത്തുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴേക്കും അനിയത്തിമാരെല്ലാവരും ITL അഡ്മിഷനായി. അപ്പോൾ അവർ ജോയിൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ജോയിൻ ചെയ്യാനല്ല, അപ്ലൈ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെയും വിളിച്ചു. ആ ഒരു ത്വരയുടെ പുറത്ത് ഞാനും പോയി അപ്ലൈ ചെയ്തു. ആദ്യം തന്നെ എന്നെ വിളിച്ചിട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇലക്ട്രോണിക്സ് മെക്കാനിക്. അതിനെക്കുറിച്ച് എനിക്ക് ABCD അറിയില്ല. പിന്നെ എന്തിനാ ഞാനിപ്പോൾ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ മായിച്ചാട്ടാ സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്കത് കിട്ടി. അങ്ങനെ അവിടെ പഠിക്കാൻ പോയി. പക്ഷേ അവിടെ പാമ്പി ചെന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ അതും ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല ഗെയ്സ്. അത് കംപ്ലീറ്റ് ചെയ്യാതെ വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ വിട്ട് പോയതിൻ്റെ ഒരു ഷോക്കിൽ, അല്ലെങ്കിൽ ആ ഒരു എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ ഞാനത് ഡ്രോപ്പ് ചെയ്തു. കുറേ പേര് എന്നോട് നിർബന്ധിച്ചു പോകാൻ പറഞ്ഞു. പക്ഷേ ഞാനത് വേണ്ട വെച്ചു. ആ ആളെയാണ് നിങ്ങളെൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മിക്ക വീഡിയോസിലും കാണുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല, പോകട്ടെ. പിന്നെ അതിന് ശേഷം ഒരു 1 ഇയറിൻ്റെ പേരിൽ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. ഒന്നും പോകണമെന്നുണ്ടായിരുന്നില്ല. വീട്ടുകാരും ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബ്ലെസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടുകാരും നല്ല കുറച്ച് കൂട്ടുകാരും കൊണ്ടാണ്. ഞാൻ എല്ലാവരും നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മുടെ ഒപ്പം പഠിച്ചവരാണെങ്കിൽ നമ്മുടെ ഒപ്പം പഠിച്ചവർ നമുക്ക് കുറേ പേര് അറിയാമെന്നുള്ളൂ. പക്ഷെ ഫ്രണ്ട്സ് എന്ന് പറയണമെങ്കിൽ, കൂട്ടുകാർക്ക് ഫ്രണ്ട്സ് എന്ന് പറയണമെങ്കിൽ അങ്ങനെ കുറച്ച് പേരാണ്. അതേപോലെ നമുക്ക് എന്ത് വന്നാലും എപ്പോഴും ഓടി വരണം കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട് കേട്ടോ. അവരുടെ കാര്യം പോലും മറന്ന് നമുക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും താല്പര്യമൊന്ന് തയ്യാറാവുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. അങ്ങനെ അപ്പോൾ അവരൊക്കെ ആയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു 1.5 ഇയർ അങ്ങനെ വീട്ടിൽ തന്നെ ആകെ കുറച്ച് മോശമായിരുന്നു എൻ്റെ അവസ്ഥ, ആകെ സങ്കടം അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വർക്കിന് കയറുന്നത്. എന്തോ ഞാൻ പോലും പ്രതീക്ഷയില്ല. ഞാൻ 2 ഇയർ അവിടെ വർക്ക് ചെയ്തു. പെട്ടെന്ന് എടുത്ത ഡിസിഷനിലാണ് അവിടെ നിർത്തിയത്. ഇന്നെനിക്ക് പഠിക്കാൻ തോന്നി, പിറ്റേ ദിവസം പോയി ഞാൻ അഡ്മിഷൻ എടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം പോയി റിസൈൻ ഇട്ടു. അങ്ങനെയാണ് അവിടുത്തെ വർക്ക് നിർത്തിയത്. അവിടുത്തെ വർക്ക് നല്ലതായിരുന്നു കേട്ടോ. നല്ല ആൾക്കാരുമാണ്, കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച്. ഓക്കെ, പക്ഷെ എനിക്ക് അവിടെ മിസ് ചെയ്യണം അങ്ങനെ ആരുമൊന്നുമില്ല. കാര്യമില്ല, ഉണ്ടാവുന്ന 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ആരോടും ബൈ പറയാതെ പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു. ഓക്കെ, അതെന്തിനാട്ടെ, അത് വിട്. പിന്നെ പറയാനുള്ളത് എൻ്റെ ഇഷ്ടങ്ങളാണ്. എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് ഡാൻസും പാട്ടും വരകളൊക്കെ, അതായത് പടം വരയ്ക്കാനൊക്കെ എനിക്ക് അത്യാവശ്യം കുറച്ച് അറിയാം. കാരണം വീട്ടിൽ അച്ഛനും ചേച്ചിയും അനിയനൊക്കെ ഭയങ്കര വലിയ പടം വരക്കാരാണ്. ഭയങ്കര രസമായിട്ട് വരയ്ക്കും. അപ്പോൾ മെയിനായിട്ട് അനിയനാണെങ്കിൽ ഒരാളെ കണ്ട് അതേപോലെ തന്നെ വരയ്ക്കും. കുറേ ക്രാഫ്റ്റ് വർക്ക്, കുറേ സാധനങ്ങളുണ്ടാക്കും. ഒരുപാട് കഴിവുള്ള ഒരു ആളാണ്. പിന്നെ ചേച്ചിയൊക്കെ അത്യാവശ്യം, അച്ഛനൊക്കെ അത്യാവശ്യം പാടുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ അത്രയൊന്നുമില്ല, എനിക്ക് തന്നെ മോശമായിട്ട് തോന്നും. എന്നാൽ പോലും തട്ടി മുട്ടി പാട്ട്, ഡാൻസ്, വര ഒക്കെ ആയിട്ട് ഞാൻ. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം സംസാരിക്കാനാണ്. മീൻസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ രാമായണം, മഹാഭാരതം, ഏത്തിസം, ഏലിയൻസ്, അങ്ങനെ ആളുകൾക്ക് അറിയാമെന്നാലും
അറിയില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇരുന്ന് കണ്ട് അതിൻ്റെ ആഴങ്ങളുടെ പരപ്പിൽ ചെന്ന് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് 10 പേരിരിക്കുന്ന സ്ഥലത്തിരുന്ന് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. 4 കാക്കകൾ മൈൻഡ് ചെയ്യരുത്, എനിക്ക് അവരെ ഓടിക്കാൻ വയ്യ, അവർ അവിടെയാണ് ഇരിക്കണം, അപ്പുറത്തെ വീട്ടിലാണ് ഇരിക്കണം. അപ്പം അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് യൂട്യൂബിലേക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ഹൈഡ് ചെയ്തിട്ടാണ് അക്കൗണ്ട് വെച്ചേക്കുന്നത്. ഇതുപോലും ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ഒരു വീഡിയോൻ്റെ ഒരു ലിങ്ക് പോലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് പോലും ഷെയർ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് നല്ലൊരു ഫോണില്ല, നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ഇല്ല, അങ്ങനെയുള്ളൊരു കുഴപ്പം, നല്ല കോണ്ടൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഞാൻ അതായത് എനിക്ക് അത്യാവശ്യം ഡ്രസ്സിൻ്റെയൊക്കെ നല്ല റിവ്യൂ ആയിട്ടല്ല, കുറച്ച് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് മേക്കപ്പിനെ കുറിച്ചും അതിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ചൊന്നും വലിയ അറിവില്ല. ഇപ്പം സ്കിൻ കെയർ ആയപ്പോലും നാച്ചുറലായിട്ടുള്ള വളരെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഭാരിച്ച അങ്ങനത്തെ വീഡിയോസൊന്നും എൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. എന്തിനാണ് അവൻ കീഴടിച്ച് ഇപ്പം ഇതിൽ കൂടി പോകാൻ? അപ്പം നമ്മൾ അത്യാവശ്യം ചലഞ്ചസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ കുറച്ച് നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് മാത്രം, അല്ലാതെ കൂടുതലായിട്ട് ഇപ്പോൾ ഫാമിലിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ട. എൻ്റെ ഭാവിയിലേക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഫാമിലിയിൽ ആരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല, ഒരാളും. അവർക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല. ഈവൻ എൻ്റെ അനിയന് പോലും താല്പര്യമില്ല. അപ്പോൾ സോ ഇങ്ങനെ ആരെങ്കിലും ഈ കാലത്ത് ഇങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ട്. അത് ഞാനും ആലോചിക്കാറുണ്ട്, എന്നോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ അവരൊന്നും അത്രയും നല്ല ഒട്ടും ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അവരെ ഒന്ന് പിടിച്ച് വലിച്ച് എൻ്റെ വീഡിയോസിലും വ്ളോഗിലൊന്നും കൊണ്ടുവരാൻ എനിക്കും താല്പര്യമില്ല. എല്ലാവർക്കും അവരവരുടെ പ്രൈവസി. അപ്പോൾ അതായത് ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് ഈ ചാനലിൽ എൻ്റെ മുഖം മാത്രമാണ് കൂടുതലും കാണാൻ പറ്റുള്ളൂ, എൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ കാണാം. ബൈ.